ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് തീരുമാനമെടുക്കാൻ ഉള്ള പ്രാർത്ഥനയാണ് പറയണത്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം സോളമന് നൽകിയ പരിശുദ്ധാത്മാവേ, ഈ വിഷയത്തിൽ ഏതാണ് വിഷയം എന്നറിയില്ല, അത് നമ്മൾ പറയണം. നമ്മുടെ വിഷയം നന്മയായ തീരുമാനം എടുക്കാൻ പോരുന്ന വിവേകം എനിക്ക് നൽകണമേ. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ഉൽപ്പത്തി 1:3. ആശയക്കുഴപ്പത്താൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വന്നു നിറയട്ടെ. യൂദാസ് ഉപേക്ഷിച്ചു പോയ അപ്പസ്തോല സ്ഥാനം നിശ്ചയിക്കാൻ കുറിയിട്ടപ്പോൾ മത്തിയാസിന് കുറി വീണതുപോലെ അപ്പസ്തോല പ്രവർത്തനം 1:23-26. പരിശുദ്ധാത്മാവേ, നീ ആഗ്രഹിക്കുന്ന തീരുമാനം വെളിപ്പെടുത്തണമേ. 1 കൊരിന്തോസ് 2:10. ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു. രഹസ്യങ്ങൾ കണ്ടെത്തുന്ന പരിശുദ്ധാത്മാവേ, ഉചിതമായ തീരുമാനം വെളിപ്പെടുത്തണമേ. മർക്കോസ് 13:11. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം പരിശുദ്ധാത്മാവെ നാവിൽ നിക്ഷേപിക്കണമേ. യെശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞാൻ പോകേണ്ട വഴിയും എടുക്കേണ്ട തീരുമാനവും വെളിപ്പെടട്ടെ. ഇങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം ഉണ്ടാവും കേട്ടോ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ. താങ്ക് യു.